വണ്ടി ഉണ്ടായിട്ട് നടന്നു പോയാ ചുമ്മാ എച്ചി സ്വഭാവം കാണിക്കുന്നു. കുറച്ച് ഇവിടെ വെയിറ്റ് ചെയ്യാം, കുറച്ച് കഴിയുമ്പോൾ ട്രവർ വരും. ആടാ ഫ്രാങ്ക്ലിന് ഞാൻ വന്നടാ. നീ വന്ന ട്രവറ്? അതേടാ ഞാൻ വന്നു. അപ്പം നമുക്ക് തുടങ്ങിയാലാടാ റേസ്. സെറ്റ് തുടങ്ങാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ആദ്യം ഞാൻ തന്നെ കാരണം ട്രവർ ഡിഫൻഡർ വെച്ചാൽ യൂസ് ചെയ്യുന്നത്. ട്രവർ എന്നെ തന്നെ പൊക്കിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അടുത്ത് തന്നെ കയറാൻ പറഞ്ഞു ആദ്യം. ദൈവമേ കയറിയാൽ മതി. ട്രവർ ഒന്ന് തോറ്റുപോയി. ഞാൻ കുറേ നാളായി റേസൊക്കെ കളിച്ചിട്ട് ഗൈസ്. കുറേ നാളായിട്ട് ഞാൻ ഈ ടവറിലൊന്നും കയറിയിട്ടില്ല. ജയിക്കുമോ എന്തോ. ജയിച്ചില്ലെങ്കിൽ പിന്നെ തീർന്നു കഴിച്ചു. പറയണ്ട, എൻ്റെ വണ്ടി പോയി. പിന്നെ ഞാൻ ഭിക്ഷക്കാരനാവും. വണ്ടി പോയ ആര് ഭിക്ഷക്കാരനാവും? നമ്മുടെ കയ്യിൽ കുറേ കാശില്ലേ, നമുക്ക് അതുകൊണ്ട് പുതിയ വണ്ടി മേടിക്കാം. ട്രവർ തോറ്റാളല്ല ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് ഫ്രീ വണ്ടി കിട്ടും. അതാണ് ട്രവറാണ് കാശ് കൊടുത്ത് വേണ്ടി. അവൻ ഈ കാശ് കൊടുക്കാതെ എൻ്റെ പേരുള്ള ഇട്ടുമെന്തോ അവിടെ പറയാൻ പറ്റില്ല. ഇപ്പം കള്ളാണ് ഗൈസ്. നല്ല ജാടയായോ എന്തേ പറയാൻ പറ്റില്ല. ഇല്ലെങ്കിൽ പിന്നെ ഞാൻ കൊടുക്കണ്ടേ, അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അങ്ങനെ വന്നാൽ പിന്നെ ട്രവർ ഏത് വണ്ടി എടുത്താലും ഞാൻ അതെടുത്ത് മാറ്റും ഗൈസ്, അത് ഉറപ്പാണ്. എനിക്കിട്ട് പണി ഞാൻ തിരിച്ചു പണിയും ഗൈസ്. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ. ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് കളിച്ച എല്ലാം തീർന്നു. അയ്യോ പോലെ അയ്യോ ഭാഗ്യത്തിന് പോയില്ല ഗൈസ്. പെട്ടുപോയാൽ എനിക്ക് നല്ല പേടിയുണ്ട്. ഞാൻ കുറേ നാളായി ഗൈസ് റാങ്ക് എടുത്തിട്ട്. അന്ന് എനിക്ക് അത്ര ഒരു ഉറപ്പില്ല ഞാൻ ജയിക്കുന്നു. അതാണ് ട്രവർ ഇത് ഇവിടെ വന്നിട്ട് നിറച്ചും ഒരു വർഷമായി ഓൾമോസ്റ്റ്. ഇവിടെ എന്തൊക്കെയോ പണിയെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് പോകുന്നില്ല. ഇവിടെ ഇഷ്ടപ്പെട്ട ട്രവറിന് ഇന്ത്യ അതാ. പക്ഷെ ലോസ് ആൻഡോസിൽ എൻ്റെ പോലത്തെ വേറെ ഒരാളുണ്ട് ലോസ് ആൻഡോസിൽ. അതും ഫ്രാങ്ക്ലിൻ തന്നെയാണ്. ഫ്രാങ്ക്ലിൻ മൈക്കിൾ